ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ പോയറ്റായ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മസ്ഥലമായ സ്റ്റാർഫോർഡ് അപ്പോൺ എവൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതൊരു ഫാമിലി ട്രിപ്പാണ്. ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മസ്ഥലമായ സ്റ്റാർഫോർഡ് എത്തി. ഏവൺ നദിക്കരയിൽ ഉള്ള ഒരു മനോഹരമായ സിറ്റിയാണ് ഈ സ്റ്റാർഫോർഡ് എന്ന് പറയുന്നത്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടക്കുവാണ്. ഇതാണ് നമ്മുടെ ടീം. ഇത്രയും പേര് ചേർന്നാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏവൺ നദീതീരത്തുള്ള ഒരു പുൽമൈതാനത്തിലേക്കാണ് നമ്മൾ ആദ്യം ചെന്നെത്തുന്നത്. അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വില്യം ഷേക്സ്പിയർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹോളി ട്രിനിറ്റി ചർച്ച് കാണാൻ പറ്റും. ഏവൺ നദിയിൽ ഒരു ചെയിൻ ഫെറി സർവീസ് ഉണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. നമുക്ക് ഈ നദി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ചെയിനിൻ്റെ ഫെറി സർവീസ് ഉണ്ട്. £1 അതിന് അവർ ചാർജ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്വാനുകളാണ് കേട്ടോ ഈ നദിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. നദിയുടെ ഓളങ്ങളിൽ ഇതിങ്ങനെ ഒഴുകി നടക്കുന്നത് ഒരു കിടു കാഴ്ചയാണ്. ബോട്ടിംഗ് ആണ് ഈ നദിയിലെ അടുത്ത അട്രാക്ഷൻ. ഇഷ്ടംപോലെ പ്രൈവറ്റ് ബോട്ട് ക്ലബ്ബുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് പല ടൈപ്പിലുള്ള ബോട്ടുകൾ റെൻറ്റിന് എടുക്കാം. ഈ നദിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോകളൊക്കെ എടുത്ത് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് മനോഹരമായ സ്റ്റാർഫോർഡ് സിറ്റി. ഒരുപാട് സ്വാനുകളും ഹിസ്റ്റോറിക്കൽ പ്ലേസസും ചർച്ചസും വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മം കൊണ്ടൊക്കെ മനോഹരമായിട്ടുള്ള സ്റ്റാർഫോർഡ് സിറ്റി. ജോൺ മേരി ദമ്പതികളുടെ മകനായിട്ടാണ് വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത്. ആനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫ്. സൂസന്ന, ഹാംനെറ്റ്, ജൂഡിത്ത് എന്നിവരായിരുന്നു കുട്ടികൾ. വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിൻ്റെ വൈഫ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഹോളി ട്രിനിറ്റി ചർച്ച് ഉള്ളതും ഈ സിറ്റിയിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റും മുതലയും കിങ് ലെയറൊക്കെ ആയിരിക്കും അല്ലേ. വീതി പറഞ്ഞ വാഹനങ്ങളൊന്നുമില്ലാത്ത ഈ ബ്രിഡ്ജിലൂടെ നമ്മൾ ഈ നദിയുടെ മറുവശത്തേക്ക് നടക്കുകയാണ്. 1613 അദ്ദേഹത്തിന് 49 വയസ്സുള്ളപ്പോൾ ലണ്ടനിൽ നിന്ന് തിരിച്ച് സ്റ്റാർഫോർഡ് എത്തി. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകളും കൂടുതൽ സക്സസ്സും ഉണ്ടായത് ലണ്ടനിൽ ജീവിച്ചിരുന്ന സമയത്താണ്. ഷേക്സ്പിയറിൻ്റെ ജന്മം കൊണ്ട് ഫേമസ് ആയ ഈ നഗരത്തിൽ 1.5 to 2 million പീപ്പിൾസാണ് ഒരു ഇയറിൽ വിസിറ്റ് ചെയ്യുന്നത്. നിരവധി ചെറിയ ചെറിയ കച്ചവടക്കാരും അതുപോലെ തന്നെ സണ്ണി ഡേയിൽ റിലാക്സ് ചെയ്യുന്ന ആളുകളെ കൊണ്ടൊക്കെ ഈ പ്രദേശത്തിൻ്റെ വൈബ് നന്നായിട്ട് കൂടുന്നുണ്ട്. ഈ സ്ട്രീറ്റിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചർച്ചിലെത്താൻ പറ്റും കേട്ടോ. ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ടെലിഫോൺ ബൂത്ത്, ഡ്രാമ എല്ലാം പ്ലേ ചെയ്തിട്ടുള്ള തിയേറ്ററുകളെല്ലാം കാണാൻ പറ്റും. സ്ട്രീറ്റിലൂടെ കുറച്ച് നേരം നടന്നിട്ട് വീണ്ടും നമ്മൾ നദിക്കരയിലൂടെ നടക്കാൻ തുടങ്ങി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് സ്ട്രീറ്റിലൂടെ നടക്കുന്ന അത്രയ്ക്ക് സുഖമുള്ള പരിപാടിയല്ല. ഇനി നമ്മൾ നടന്ന് കയറി ചെല്ലുന്ന ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഈ ചർച്ചിൻ്റെ സിമിത്തേരിയിലേക്കാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് വില്യം ഷേക്സ്പിയർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹോളി ട്രിനിറ്റി ചർച്ച്. മനോഹരമായ ഇംഗ്ലണ്ടിലെ മറ്റൊരു ചർച്ച്. ഇതിൻ്റെ ഉള്ളിലാണ് വില്യം ഷേക്സ്പിയറും അദ്ദേഹത്തിൻ്റെ വൈഫും മറ്റു കുടുംബാംഗങ്ങളും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ കല്ലറയുള്ളത്. മനോഹരമായ ഗ്ലാസ് പെയിൻറ്റിലാണ് ഈ ചർച്ചിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ആനയെ അടക്കം ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് വില്യം ഷേക്സ്പിയർ. മറ്റു കുടുംബാംഗങ്ങളെ അടക്കിയിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ചർച്ചിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും ആ സ്ട്രീറ്റിലേക്ക് പോവാണ്. അപ്പോൾ നിറയെ സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തായിട്ട് പെർഫോമൻസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പെർഫോമൻസും ഇത് കാണുന്ന ഈ ആൾക്കാരും എല്ലാം കൂടി കൂടുമ്പോൾ ഈ തെരുവുകൾക്ക് പ്രത്യേക ഒരു വൈബാവുകയാണ്.
സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളും ഒരു ബോട്ടിംഗ് എടുക്കുകയാണ്. ഇത്ര നേരം നമ്മൾ ഇതിലൂടെ നടന്ന് കണ്ടിരുന്ന ഈ പുഴയുടെ തീരത്തൂടെ നടന്ന് കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകൾ ഇനി ബോട്ടിലിരുന്ന് കാണുകയാണ്. ആ മനോഹരമായ ബിൽഡിങ്ങുകൾ, ചർച്ചുകൾ, അതേപോലെ തന്നെ മറ്റ് ബോട്ട് ചെയ്യുന്ന ആൾക്കാർ, കമിതാക്കൾ, ഫാമിലി ആയിട്ട് വരുന്നവർ എല്ലാവരും ഈ നദിയിൽ ബോട്ടിങ്ങിൽ ഭയങ്കര ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബോട്ടിലിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നമ്മൾക്ക് മറ്റൊരു ആംഗിളിൽ ഈ സ്റ്റാർട്ട്ഫോർഡ് സിറ്റി കാണാൻ പറ്റും. ബോട്ടിങ് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നദീതീരത്തുള്ള വീടുകൾ, നദിയിൽ ചില്ല് ചെയ്യുന്ന വിസിറ്റേഴ്സ് എല്ലാം കൂടി നല്ലൊരു കാഴ്ചയാണേ. ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി. ഇത് സിറ്റി സെൻറ്ററാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വില്യം ഷേക്സ്പിയർ ജനിച്ച വീട് കാണാൻ വേണ്ടിയിട്ടാണ്. നല്ല തിരക്കുള്ള ടൗണാണ്. ആ തിരക്കുള്ള ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്. അതിൻ്റെ ഇരു സൈഡിലും ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റുകളും ഷോപ്പിങ്ങിനുള്ള ഷോറൂംസും ഒക്കെ, സൂവിനർ ഷോപ്സൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ട്രീറ്റാണ്. ഇവിടെ വരുന്ന എല്ലാ വിസിറ്റേഴ്സും ഒരു ഫോട്ടോ എടുക്കുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ സ്റ്റാച്ചു ഉള്ളതും ഈ സ്ട്രീറ്റിൽ തന്നെയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന പുരാതനവും നല്ല പ്രൗഢിയുള്ള ഈ വീട്, ഈ കാണുന്ന വീട്, ഇതാണ് വില്യം ഷേക്സ്പിയർ ജനിച്ച വീട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ നഗരത്തിനോടും ഈ വീടിനോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഫാമിലി ട്രിപ്പ് അവസാനിക്കുമ്പോൾ ഈ 7 അംഗങ്ങളുള്ള ഫാമിലിനെയും കൂടി നമ്മൾ കണ്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.